SFIയിലൂടെ ആയിരിക്കും CPMന് അന്ത്യം സംഭവിക്കാൻ പോകുന്നതെന്ന് തോന്നുന്നു, അല്ലേ? എനിക്കും തോന്നുന്നത്. ഞാൻ 80കളിലൊക്കെ കോളേജിൽ പഠിക്കുമ്പോൾ അന്ന് SFI എന്ന് പറഞ്ഞാൽ വലിയ ബഹുമാനമാണ് ആർക്കും നമ്മളോടുണ്ടാകുന്നത്. അപ്പോൾ താങ്കൾ വലിയ ജീനിയസാണ് എന്നൊക്കെയുള്ള രീതിയിലാണ് ആൾക്കാർ ഈ SFIക്കാരെ കണ്ടിരുന്നത്. ഇന്ന് SFI എന്ന് പറഞ്ഞാൽ ഗുണ്ടാ സംഘം ഒന്നായി മാറിയിരിക്കുകയാണ്. സത്യം, ഗുണ്ടാ സംഘത്തിനേക്കാൾ കഷ്ടമാണ്. ഗുണ്ടാ സംഘം ഇത്ര ക്രൂരതകൾ കാണുന്നില്ല, സാഡിസ്റ്റുകളുടെ ഒരു ഗ്രൂപ്പായി മാറിയിട്ടുണ്ടോ എന്ന് പറഞ്ഞു. കേരളത്തിലെ റാഗിങ് എന്ന് നമ്മൾ ഓമന പേരിട്ട് വിളിക്കുന്ന റാഗിങ് ഒന്നുമല്ല. ഇങ്ങനെയല്ല റാഗിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു പ്രാക്ടിക്കൽ ജോക്ക് മാത്രമാണ്. ഒരു ചെറിയ ഹ്യൂമിലിയേഷൻ, ഇത്രയേ ഉള്ളൂ. അതിനപ്പുറം ഒന്നുമില്ല. പന്തളം കോളേജിലൊക്കെ ഞാൻ പഠിച്ചത് പന്തളം കോളേജിലാണ്. അവിടെ ഞാൻ SFIയുടെ മുന്നണിയുടെ ഭാഗമായിട്ട് നിന്ന് മത്സരിച്ച് ജയിച്ചതാണ്. ഈ പറയുന്ന വിജയനാഥ് പറഞ്ഞത് ശരിയാണ്. അന്ന് വളരെയധികം ബഹുമാനം ഉണ്ടായിരുന്നു. നമ്മളെ പൂവിട്ട് തലയിലൊക്കെ വിജയിച്ച് കഴിഞ്ഞപ്പോൾ ഇലകളൊക്കെ ഇട്ട് സ്വീകരിച്ചുകൊണ്ടാണ് പോയത്. അന്ന് ആദ്യമായിട്ടാണ് KSUവിൻ്റെ കുത്തക അവിടെ അവസാനിപ്പിച്ചുകൊണ്ട് ഞങ്ങളുടെ മുന്നണി. 80കളിൽ നമ്മുടെ തിരുവനന്തപുരത്ത് യൂണിവേഴ്സിറ്റി കോളേജിലെ SFI ഒക്കെ ഓർക്കുന്നുണ്ടോ? എന്തൊരു പ്രഗത്ഭന്മാരും ബുദ്ധിജീവികളും നമ്മൾ ബഹുമാനിക്കുന്ന ആൾക്കാരും. ഇതേ പക്ഷെ നിലവാരം അവിടെ അതിനകത്ത് ഒരുപാട് ടീമുകളുണ്ട്, സ്നേഹമുള്ളവരും. മാമൂട് ക്ലബ്ബ് എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ യൂണിവേഴ്സിറ്റി കോളേജിൽ ഒരു മാഗസിൻ വളരെ പ്രശസ്തമാകുക. ഏത് വർഷത്തെ കാര്യം വിജയനാഥ്? 80-82 സമയത്തെ കാര്യം. പക്ഷേ പിൽക്കാലം 90s എത്തിയപ്പോഴത്തേക്കും SFI എന്ന് പറയുന്നത് ഈ പറഞ്ഞ പോലെ ഒരു നിയന്ത്രണവുമില്ലാത്ത, ഒരു കടിഞ്ഞാണുമില്ലാത്ത ഒരു സംഘടനയായിട്ട് അങ്ങ് മാറി, കാട്ടുകുതിരയായിട്ട് മാറി. അപ്പോഴും കാട്ടുകുതിരയായിട്ടുള്ളൂ, ഇതുപോലെ വൃത്തികെട്ട സാഡിസ്റ്റായിട്ടില്ല. അപ്പോൾ ഇത് ഷൂട്ടിന് വേണ്ടിയിട്ട് നമ്മൾ ധൈര്യപൂർവ്വം, നമ്മളൊരു SFIക്കാരനാണല്ലോ, SFI അല്ലെങ്കിൽ AISF ആണല്ലോ, ആ ധൈര്യത്തിൽ അവിടെ കയറി ചെന്നു, ക്യാമറയുമായിട്ട് ചെന്ന് വെറുതെ അങ്ങോട്ട് ചെന്ന് അവരുടെ ഒരു നല്ല കാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് പോയതാണ്. അവർക്ക് നല്ലത് വരും. നമ്മൾ ആരെയും ദൂരദർശനാണല്ലോ, ആരെയും വിമർശിക്കില്ലല്ലോ. പോയിട്ട് ഒരു 6 അടി പൊക്കവും അതിനൊക്കെ വണ്ണമുള്ള ആളിങ്ങോട്ട് വന്നിട്ട് എന്തുവാടാ നീയൊക്കെ ഇവിടെ പ്രശ്നം ഉണ്ടാക്കുന്നത്? ഒരു പ്രകോപനവും ഇല്ലാതെ കഴുത്തിനു ക്യാമറാമാൻ, അയാളുടെ പാവം അദ്ദേഹമാണല്ലോ ക്യാമറ വഹിച്ചിരിക്കുന്നത്, ആ ക്യാമറാമാൻ്റെ കഴുത്തിനൊരു പിടുത്തം. അദ്ദേഹം വരണ്ടുപോയി. കാരണം ആദ്യമായിട്ടാണ് ഇങ്ങനൊരു അനുഭവം. എന്നിട്ട് നമ്മുടെ എനിക്ക് തോന്നാം ഇപ്പോൾ ഏഷ്യാനെറ്റ് ന്യൂസിൻ്റെ റീജിയണൽ എഡിറ്ററായിട്ടുള്ള ബൈജുവാണ് വന്ന് തടസ്സം പറഞ്ഞിട്ട്. അപ്പോഴും നല്ല ആൾക്കാരുണ്ട്. അദ്ദേഹം SFIക്കാരനായിരുന്നു. ആ SFIക്കാരനാണ് വന്ന് ഞങ്ങളെ രക്ഷപ്പെടുത്തിക്കൊണ്ട് ക്യാമ്പസിന് വെളിയിലോട്ട് കൊണ്ടുപോയി. ഷൂട്ടർ പോലും സമ്മതിക്കാത്ത ഒരു തെമ്മാടിക്കൂട്ടമായിട്ട് അന്നേമാണ്. കാരണം വേണ്ടേ, ഞങ്ങൾ എന്തെങ്കിലും പ്രകോപനം ഉണ്ടാക്കിയിട്ടാണെങ്കിൽ കാര്യമല്ല. ഒന്നാമത് ഈ ക്യാമറ എടുത്ത ആൾ വേറെ ക്യാമറ തമിഴ്നാട്ടുകാരനാണ്. അടി കണ്ട അവിടുന്ന് പേടിച്ച് ക്യാമറയും കൊണ്ടുവരുന്ന ആളാണ്. ദൂരദർശനിൽ അടിപൊളിയൊന്നും കൊടുക്കാൻ പാടില്ലെന്നാണ്. അതനുസരിച്ച് തമിഴ്നാട്ടിൽ ഞങ്ങൾ തെരഞ്ഞെടുപ്പിന് കുളച്ചലിൽ പോയപ്പോൾ വലിയൊരു സംഘടന നടക്കുന്നു, രാഷ്ട്രീയ സംഘടന. അടി എന്ന് പറഞ്ഞാൽ നല്ല സിനിമയെ തോൽപ്പിക്കുന്ന തരത്തിലുള്ള സ്റ്റണ്ട് ഷൂട്ട് ചെയ്യാൻ പറഞ്ഞു. ഇദ്ദേഹം ക്യാമറയും കൊണ്ട് പേടിച്ചോടി. ഷൂട്ട് ചെയ്താൽ ദൂരദർശനെതിരാണിതെന്ന് പറഞ്ഞു. എന്ന് വെച്ചാൽ സത്യമായിട്ട് കൊടുക്കാതിരിക്കാൻ പറ്റും. നമ്മൾ ആരെയും വിമർശിക്കണ്ട, ഏത് പാർട്ടിയും വിമർശിക്കണ്ട. അദ്ദേഹം ക്യാമറയും കൊണ്ട് പേടിച്ചോടി. അത്തരം ഒരു ക്യാമറമാനാണ് ഇവിടെ. ഈ ക്യാമറാമാൻ്റെ കഴുത്തേലാണ് കയറി ഒരൊറ്റ പിടുത്തം. പേടിച്ചു പോയി. അദ്ദേഹം ശരിക്കും ശ്വാസം മുട്ടിപ്പോയി. അല്ല, പിന്നെ അത് കഴിഞ്ഞിട്ട് ഈ SFI നമുക്കറിയാവുന്നതാണ്. നമ്മുടെ ഗവർണറായിരുന്ന ആരിഫ് മുഹമ്മദ് ഖാൻ്റെ അടുക്കൽ എന്തുമാത്രം പേക്കൂത്തുകൾ കാണിച്ചിട്ടുണ്ട് ഈ SFIക്കാർ. ഇവരെന്താ വിചാരിച്ചിരിക്കുന്നത്? ഇവരാരെന്നാണ് ഇവർ വിചാരിക്കുന്നത്? ഏറ്റവും കൂടുതൽ SFIയുടെ ആർഷോ പറഞ്ഞിരിക്കുന്നത് TP ശ്രീനിവാസനെ അടിച്ചത് ന്യായീകരിച്ചിരിക്കുന്ന അദ്ദേഹം അസഭ്യം പറഞ്ഞത്. എന്താ എനിക്ക് TP ശ്രീനിവാസനെ നന്നായി അറിയാം. അദ്ദേഹത്തിൽ നിന്ന് ഒരിക്കലും അത്തരത്തിലുള്ള ഒരു വാക്ക് ഉണ്ടാകത്തില്ല. അദ്ദേഹത്തിൻ്റെ പ്രൊഫൈൽ എവിടെ നിൽക്കുന്നു? ഈ ആർഷോ എന്ന് പറയുന്നത് TP ശ്രീനിവാസൻ്റെ രോമത്തിൽ തൊടാനുള്ള യോഗ്യതയുണ്ടോ? TP ശ്രീനിവാസനെ വിജയനാഥും ഞാനും എത്ര തവണ അഭിമുഖം നടത്തിയിട്ടുള്ളതാണ്. ആ നല്ല മനുഷ്യനെ, ആ മനുഷ്യൻ, അദ്ദേഹം നല്ല ഒന്നാം തരം സെലിബ്രിറ്റിയാണ്. ആ പിന്നെ വഴി തെറ്റിയ ഒരു വാക്ക് പോലും അദ്ദേഹം അറിഞ്ഞോ അറിയാതെയോ ക്ഷുഭിതനാകാറില്ല. എല്ലാം വിശദമായ ഒരു വിശകലനത്തിലൂടെ ഉത്തരം പറയുന്ന ഒരു എന്നാൽ ഈ ആർഷോ അത് പറഞ്ഞപ്പോഴേ പാർട്ടിയുടെ തലപ്പത്തൊക്കെ ഇരിക്കുന്നവർ, സാമാന്യം തലയിൽ ആൾതാമസം എന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്, അവരെങ്കിലും തിരുത്തി കൊടുക്കാൻ തയ്യാറാകണ്ടേ? ഗുണ്ടാ സംഘമായിട്ട് ഇതിനെ പരിപോലിച്ച് പോകണം എന്നുള്ളതാണ്. കാരണം തലയ്ക്കകത്ത് ആൾതാമസം വേണ്ടേ? പണ്ടത്തെ കമ്മ്യൂണിസ്റ്റുകാരല്ലല്ലോ ഇപ്പോഴത്തെ കമ്മ്യൂണിസ്റ്റുകാരും. ഇതിനകത്ത് ഇൻ്റലക്ച്വൽ എന്ന് പറയുന്ന ആരുണ്ട് ഇപ്പോൾ? ഈ വിടുവായത്തം പറയാനല്ലാതെ, വിടുവായൻ തവളകൾ എന്നൊരു പാട്ടുണ്ടല്ലോ, അതുപോലെ വിടുവായൻ തവളകളല്ലാതെ ആരാ ഇതിനകത്തുള്ളത് ഇപ്പോൾ? ആരെങ്കിലും ഉണ്ടോ ഇതിനകത്ത് ഇപ്പോൾ ബൗദ്ധികമായിട്ട്?
ആരെങ്കിലും ഉണ്ടോ ഇതിനകത്ത്? ഈ ബൗദ്ധിക നാട്യങ്ങൾ മാത്രമല്ലേ ഉള്ളൂ. ഈ കോളേജിൽ പഠിക്കുന്ന കാലത്ത് എനിക്ക് ഈ മന്ത്രി ശിവൻകുട്ടിയെ അറിയാം. അദ്ദേഹം SFIക്കാരനായിരുന്നു. അദ്ദേഹമൊക്കെ ഒരു പക്ഷേ ഈ പിന്നീടാണ് നിയമസഭയിലൊക്കെ പേക്കൂത്ത് കാണിച്ചത്. പക്ഷേ SFIക്കാരനായിരുന്ന സമയത്തൊന്നും ഈ ഇത്തരത്തിലുള്ള ഡീസൻ്റ് കുറച്ചൊരു വഴിവിട്ട പോക്കൊന്നുമില്ല. ഈ ഗുണ്ടായിസമില്ല കേട്ടോ. അച്ചടക്കം. ഇത് മുദ്രാവാക്യം വിളിക്ക് നമ്മുടെ A റഷീദ് ഇവരൊക്കെ തന്നെ അവര് ഒക്കെ വളരെ പിന്നെ ബഹുമാനത്തോടു കൂടിയാണ്. അല്ല, നല്ല പഠിക്കാൻ ഏറ്റവും സമർത്ഥരായിട്ടുള്ള വിദ്യാർത്ഥികൾ തന്നെ SFIയുടെ തലപ്പത്തേക്കും അതുവഴി കോളേജ് യൂണിയൻ ചെയർമാൻ സ്ഥലത്തേക്കും കൗൺസിൽ KSUകാർ സമരം ചെയ്ത് വരുമ്പോൾ SFIയിലുള്ള അന്ന് സൂണൻ ആറ്റിങ്ങൽ സൂണൻ KSUകാർ പറയും സൂണ അണ്ണ മാറിക്കോണം, ഇന്ന് ഇവിടെ അടിയൊക്കെ നടക്കും. അടി സൂണനെ മാറ്റി നിർത്തും. അത്ര മര്യാദ. സുരേഷ് കുറുപ്പ്, അതെ, മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റി, അത് കേരള യൂണിവേഴ്സിറ്റിയേക്കാൾ കൂടിയ ഗ്രേഡുള്ള ഒരു യൂണിവേഴ്സിറ്റി. സുരേഷ് കുറുപ്പ് നല്ല പാർലമെന്റേറിയൻ അല്ലായിരുന്നു? പാർലമെന്ററിയനായിട്ട് വന്നില്ലേ പിൽക്കാലത്ത്? അങ്ങനെ എത്ര ഞങ്ങളുടെ അവിടെ തന്നെ വളരെ ഇപ്പം പിൽക്കാലത്ത് വെള്ളൂർ ന്യൂസ് പ്രിന്റ് ഫാക്ടറിയുടെ ചെയർമാനായിട്ടുള്ള അതിൻ്റെ ചെയർമാനല്ല ശ്രമിക്കണം MD ആയിട്ട് വന്ന റെജി എന്ന് പറയുന്നതാണ്. റെജി അന്ന് സ്കൂളിലെ KSUവിൻ്റെ പ്രവർത്തകനായിട്ട് വന്ന, അങ്ങനെ KSUവിൽ കൊണ്ട് അങ്ങനെ പ്രഗത്ഭരായിട്ടുള്ള രാഷ്ട്രീയക്കാരുള്ള ഒരു കാലമായിരുന്നു അന്ന്. അങ്ങനെ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ SFIക്കാർ ഞങ്ങളുടെ കൗൺസിലർമാരായിട്ടുള്ള ആൾക്കാർ തന്നെ എത്രയോ പ്രഗത്ഭരാണ്. എൻ്റെ ഓട്ടോഗ്രാഫിൽ എഴുതിയിരിക്കുന്ന വരികൾ വായിച്ചു കഴിഞ്ഞാൽ തന്നെ ഇവരുടെ അപാരമായിട്ടുള്ള ഈ അറിവ് നമുക്ക് വളരെയധികം അത്ഭുതമുണ്ടാക്കുന്ന കാര്യം. ആ ഒരു കാലമായിരുന്നു അത്. അങ്ങനെ ഒരു കാലം, ആ രമണീയ കാലം അതൊക്കെ കടന്നിട്ടിപ്പോൾ ഈ പറഞ്ഞ തെമ്മാടിത്തം കഴിഞ്ഞു. അടുത്ത ഘട്ടം ഇപ്പോൾ സാഡിസ്റ്റുകളാണ്. റാഗിങ്. നമുക്കറിയാം പൂക്കോട് വെറ്റിനറി കോളേജിൽ ഈ റാഗിങ്ങിന് എത്ര ആഴ്ചകളായിട്ടൊരു കൊച്ചു പയ്യനായിട്ട് പീഡിപ്പിച്ചത് ഇവരാണ്. സിദ്ധാർത്ഥൻ മരിച്ചിട്ട് ഒരു വർഷമാകുകയാണ് കേട്ടോ. നിലവിളികൾ കോളേജ് SFIക്കാരെ പേടിച്ച് അവരാരും കേട്ടില്ല. കാശ്മീർ താഴ്വരകളിലെ ഭീകരന്മാരെ പോലെ പേടിച്ചു അവിടുത്തെ ക്യാമ്പസിലെ അധികൃതർ. മനസ്സിലായോ? അതുപോലെയാണ് ഇപ്പോൾ കാര്യവട്ടം ക്യാമ്പസിലേക്കും പടർന്നിരിക്കുന്നു. ഈ കാര്യവട്ടം ക്യാമ്പസ് എന്ന് പറഞ്ഞാലുണ്ടല്ലോ, അത് ഒരു കാലത്ത് നമ്മൾ ഈ 80കൾ തന്നെ പറയേണ്ടിയിരിക്കുന്നു കേട്ടോ. അന്ന് പ്രഗത്ഭന്മാരുടെ ഒരു ഇടമായിരുന്നു. അവിടെ ഒരു അഡ്മിഷൻ കിട്ടുക, അല്ലെങ്കിൽ അവിടെ അതിനകത്തൊന്ന് പ്രവേശിക്കുക എന്നൊക്കെ പറയുന്നത് തന്നെ വലിയ കാര്യമായിരുന്നു. അതെ, അങ്ങനെയുള്ള കാര്യവട്ടം ക്യാമ്പസാണ് ഈ SFIക്കാർ നശിപ്പിച്ച് നാറാണക്കല്ല് വെച്ചിരിക്കുന്നത്. പാളയം നശിപ്പിച്ചതുകൊണ്ടാണ് ഈ യൂണിറ്റ് അതിൻ്റെ ഈ വിഭാഗങ്ങളൊക്കെ കാര്യവട്ടത്തേക്ക് മാറ്റിയത്. രാഷ്ട്രീയക്കാർക്കും ഭരണകൂടത്തിനും ശല്യം ഒഴിവാൻ കരുണാകരന് വലിയ ശ്രമം നടത്തിയതായിരുന്നു. യൂണിവേഴ്സിറ്റി കോളേജിനെ അവിടുന്ന് പൂർണ്ണമായിട്ടും മാറ്റാൻ വേണ്ടി സമരം നടത്തി, ബഹളം ഉണ്ടായി. അത് SFIക്കാർ തന്നെ സമരം. പക്ഷെ അത് വലിയ കാര്യമാണ്. കാരണം കരുണാകരന്റെ നീക്കം വേറൊന്നായിരുന്നു. ഇത് താജ് ഗ്രൂപ്പിന് കൊടുക്കാനുള്ള ഒരു നീക്കം ഉണ്ടായിരുന്നു. ഈ രക്ഷപ്പെട്ടു പോയിന്, സത്യം ഈ രക്ഷപ്പെട്ടു പോയിന്. നല്ല പ്രൊഫഷണൽ കോളേജായിട്ട് അല്ല, അവർക്ക് ഹോട്ടൽ സമുച്ചയത്തിലേക്ക് പോകും. ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫണ്ടമെന്റൽ റിസർച്ച് അങ്ങനെയൊക്കെയുള്ള സ്ഥാപനങ്ങൾ എത്ര, അഥവാ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് അതാരാ നടത്തിയിരുന്നത്? ടാറ്റ ഗ്രൂപ്പിന്റെ ആണത്. അല്ല, കരുണാകരൻ എന്തിനാ ഈ നീക്കം നടത്തിയെന്ന് അറിയാമോ? ഈ തൊട്ട് റോഡിന് എതിർവശത്താണ് AKG സെന്റർ. ഇവിടെ എല്ലാ SFIക്കാർ എന്ത് പ്രശ്നം ഉണ്ടാക്കിയാലും നേരെ അപ്പുറത്തൊരു ഗേറ്റ് ഇട്ടിട്ടുണ്ട് കേട്ടോ. യൂണിവേഴ്സിറ്റി കോളേജിന്റെ ആ സൈഡില് AKG സെന്ററിന്റെ അവിടെ ശരിക്കും ഒരു ഗേറ്റ് ഉള്ളതല്ല. ഇവരൊരു SFIക്കാർ ഇപ്പോൾ ഒരു ഗേറ്റ് ഉണ്ട്, അത് പക്ഷേ ലോക്ക് ചെയ്തിരിക്കുകയാണ്. അല്ലാതെ ഒരു കട്ടയൊക്കെ ഇളക്കി ഒരു ഗേറ്റ് അവരുണ്ടാക്കി വെച്ചിട്ടുണ്ട്. എന്ത് പ്രശ്നം ഉണ്ടായാലും നേരെ അങ്ങോട്ടങ്ങ് ഇറങ്ങാൻ AKG സെന്ററിലെ പാളയത്ത് നിന്ന് നല്ല ഊക്കുള്ള SFIക്കാരനോട് ഒറ്റ ഏറെറിഞ്ഞാൽ മതി, സെക്രട്ടേറിയറ്റിലെ പോലീസുകാരൻ്റെ തലമണ്ടയ്ക്ക് എന്ന് വീഴും. അത്ര അടുത്ത യൂണിവേഴ്സിറ്റി കോളേജിൽ നിന്ന് പോയി AKG സെന്ററിൽ അഭയം തേടാം. ഇങ്ങോട്ട് വന്നിട്ട് പോലീസ് ഇങ്ങോട്ട് വരികയാണ്, കന്റോൺമെന്റ് പോലീസ് ഇങ്ങോട്ട് ആക്രമിക്കാൻ വരികയാണെങ്കിൽ അല്ലെങ്കിൽ അടിക്കാൻ വരികയാണെങ്കിൽ നേരെ AKG സെന്ററിൽ അതിനകത്തോട്ട് കയറാൻ ആരെങ്കിലും ധൈര്യപ്പെടുമോ? അപ്പോൾ അതുകൊണ്ട് അത്ര വലിയ സൗകര്യങ്ങളുള്ള ഒരു സംവിധാനമാണ് ഇപ്പോഴും അപ്പോഴും. അതിൻ്റെ നോക്കൂ. ഇപ്പോൾ കാര്യവട്ടത്ത് നടന്നത് നമുക്ക് ജനങ്ങളൊന്ന് കേൾക്കട്ടെ. ഏതെങ്കിലും ഒരു സിനിമയിലെ അതിക്രൂരമായ ഒരു രംഗത്ത് പോലും നമ്മൾ കാണാത്തത്. SFIയുടെ കെട്ടിയിട്ട് മുട്ടുകുത്തിയിരുത്തി ബാറ്റ് കൊണ്ട് അതിക്രൂരമർദ്ദനം. ബാറ്റ് കൊണ്ട് ഒരു അടിയേറ്റാൽ അതിൻ്റെ വേദന, ഞാൻ മുട്ടിൻ്റെ ചിരട്ട പൊട്ടിപ്പോയി. കളിച്ചുകൊണ്ടിരുന്നപ്പോൾ പറ്റിയതാണ്. തുപ്പിയിട്ട വെള്ളം കുടിപ്പിച്ചു, നരകമാക്കി. റാഗിങ് നടന്നുവെന്ന് ആൻറ്റി റാഗിങ് കമ്മിറ്റി സ്ഥിരീകരിച്ചതോടെ 7 SFIക്കാർക്ക് സസ്പെൻഷൻ. അവസാന വർഷ BSc വിദ്യാർത്ഥികളെ അലൻ, അനന്തം, വേലു, ശ്രാവണൻ, സൽമാൻ, ഇമ്മാനുവൽ. 2ാം വർഷ വിദ്യാർത്ഥി പാർത്ഥൻ എന്നിവരെയാണ്. എല്ലാ SFIക്കാർ തന്നെ, അറിയപ്പെടുന്ന SFIക്കാർ തന്നെ. ഇങ്ങനെയുള്ള ക്രൂരതകളൊക്കെ കാണിക്കും. ഇത് തന്നെയാണ് പൂക്കോട് വെറ്റിനറി കോളേജ്. അയാൾ അലറി വിളിച്ച് കരഞ്ഞിട്ടും അത് കേൾക്കാതിരിക്കാൻ വേണ്ടി പാട്ട് വെച്ചു. ഞങ്ങളാരും ഒന്നും കേട്ടില്ലെന്നാണ് അവിടുത്തെ അധികൃതർ പറയുന്നത്. പക്ഷേ മനുഷ്യൻ്റെ നിലവിളി
നിലവിളി എന്ന് പറയുന്നത് ഏത് പാട്ട്, മൊബൈലിൽ കൂടി വയ്ക്കുന്ന ഏത് പാട്ടിനേക്കാളിലും ഉന്നതമായ ശബ്ദതരംഗങ്ങൾ, ഡെസിബൽ സൃഷ്ടിക്കുന്നവയാണ്. എന്നിട്ടും കേട്ടില്ലെന്ന് നടിക്കുകയാണ്. അപ്പോൾ ഇവർക്ക് പേടിയാണ്. ഇത് തന്നെയാണ് സംഭവിച്ചത്. അപ്പോൾ ആ ഒരു തരത്തിൽ, അതുപോലെ തന്നെ നിഷ എന്ന് പറയുന്ന കുട്ടിയെ മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയുടെ ക്യാമ്പസിലിട്ട് വയറ്റത്ത് ചവിട്ടുക. അങ്ങനെ ഒരു ചവിട്ടേറ്റ് കഴിഞ്ഞാൽ ആ കുട്ടിക്ക് പിന്നെ കുട്ടിക്ക് ജന്മം കൊടുക്കാൻ കഴിയാത്ത അവസ്ഥയിലാണ്. ഗർഭപാത്രം ആ ഭാഗത്തിട്ട് ചവിട്ടുക, തൊഴിക്കുക. എന്തെല്ലാം അതിക്രൂരതകളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കരഞ്ഞു വിളിക്കുമ്പോൾ അതിൽ ആഹ്ലാദം കണ്ടെത്തുമെന്ന് നമ്മൾ പറയുന്നത് റാഗിങ് ചെയ്യുന്ന ആളെന്നല്ല, സാഡിസ്റ്റ്. ആ സാഡിസമാണ് റാഗിങ്. ആ റാഗിങ്ങിന് നേതൃത്വം കൊടുക്കുന്നവർ നെസഭയ്ക്കാരാണ്. കാര്യവട്ടത്തായാലും പൂക്കോടായാലും എവിടെയും അതാണെന്നാണ് തെളിഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് റാഗിങ് അരാഷ്ട്രീയമാണ്, അതിന് പരിഹാരമാണ് SFI എന്നുള്ളത് ആ വാദം ഹിമാലയൻ ബ്ലണ്ടറാണ്. വേണ്ടത് റാഗിങ്ങിനെ ഒരു സാധാരണ റാഗിങ്ങായിട്ടല്ല കാണേണ്ട, സാഡിസം കുറ്റം തന്നെയായിട്ട് കണക്കാക്കണം. റാഗിങ് കമ്മിറ്റികളെ കൊണ്ടൊന്നും ഒരു കാര്യവും നടക്കുന്നില്ല. അതുപോലെ തന്നെ 2018 ജസ്റ്റിസ് ദിനേശ് കമ്മിറ്റി ഒരു റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുണ്ട് ഈ റാഗിങ് എങ്ങനെ നിർത്താം എന്നുള്ളതിന് വേണ്ടിയിട്ട്. അന്ന് ഒരു വിദ്യാർത്ഥി മരിച്ചിരുന്നു, നെഹ്റു കോളേജിൽ ഒരു വിദ്യാർത്ഥി മരിച്ചിരുന്നു. അതിനെ തുടർന്നാണ് അത് പൊടി തട്ടിയെടുത്തിട്ടില്ല ഇതുവരെ. ഇപ്പോൾ കേരള ഗവൺമെൻറ് അത് പൊടി തട്ടിയെടുത്ത് നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്നു എന്ന് പറയുന്നത് നല്ല കാര്യമാണ്. ഇവർക്ക് ഈ ശിക്ഷയൊന്നും പോരാ. ഇപ്പോൾ പൂക്കോട് തന്നെ നോക്കൂ, ആ വിദ്യാർത്ഥികൾക്ക് വീണ്ടും പരീക്ഷ എഴുതാൻ അവസരം കൊടുത്തു, കോളേജിൽ പ്രവേശിപ്പിച്ചു. അതിനെതിരെ ഇപ്പോൾ പിന്നെ ആ വീട്ടുകാർക്ക്, മരിച്ച കുട്ടിയുടെ സിദ്ധാർത്ഥൻ്റെ അച്ഛനമ്മമാർക്ക് കോടതിയിൽ കയറി ഇറങ്ങി പണം മുടക്കേണ്ടി വന്നു അവരെ വീണ്ടും അയോഗ്യരാക്കാൻ. അപ്പോൾ ഇത് ഇരയായി കഴിഞ്ഞാൽ അത് അച്ഛനും അമ്മയും കൂടി പിന്നെ ഇരയായിത്തീരുന്ന ഒരു രീതിയാണിവിടെ. അതുകൊണ്ട് ജസ്റ്റിസ് ദിനേശ് കമ്മിറ്റി റിപ്പോർട്ട് എത്രയും വേഗം നടപ്പാക്കുകയാണ് കേരളം ചെയ്യേണ്ടത്. അല്ല പരിഹാരം. ആർലേക്കർ ഇതെല്ലാം സസൂക്ഷ്മം നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ആർഷോയെ മിക്കവാറും പൊക്കുന്ന കോളാണ്. ആരിഫ് മുഹമ്മദ് ഖാൻ ആണെങ്കിൽ ഇതിനോടകം തന്നെ പൊക്കിയേനെ. ഭാഗ്യത്തിന് ആർലേക്കർ വന്നിട്ടുണ്ട്, കാര്യങ്ങൾ മനസ്സിലാക്കി വരികയാണ്. അതെ, കാര്യങ്ങൾ പഠിച്ചു വരണം, നടപടി എടുക്കണം ഗവർണർ ഇതിനകത്ത്. ഈ TP ശ്രീനിവാസനെ തല്ലുന്നു നോക്കാൻ ന്യായീകരിച്ചുകൊണ്ട് തെറ്റായ സന്ദേശങ്ങൾ ഇനി വരുന്ന SFIക്കാർക്ക് നൽകുന്ന ആളെ വെച്ചുകൊണ്ടിരിക്കാൻ പാടില്ല. അക്രമത്തിൻ്റെ അല്ലെങ്കിൽ ഗൂണ്ടായിസത്തിൻ്റെ അല്ലെങ്കിൽ സാഡിസത്തിൻ്റെ ഒരു പ്രവാചകനായിട്ട് മാറ്റാൻ പാടില്ല ആർഷയെ പോലുള്ള ആൾക്കാരെ. നമുക്ക് വേണ്ടത് കുട്ടികൾക്ക് മര്യാദയ്ക്ക് സമാധാനമായിട്ട് പഠിക്കാനുള്ള അന്തരീക്ഷമാണ്. ഒരു പക്ഷേ ഈ ആർഷോയുടെ ഈ വാക്കുകൾ കൊണ്ടും SFIയുടെ ഈ പ്രവർത്തനങ്ങൾ കൊണ്ടുമായിരിക്കണം കേരളം വിട്ട് പല കുട്ടികളും വിദേശത്ത് പോയി പഠിക്കാൻ വേണ്ടി കഷ്ടപ്പെടുന്നു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.